ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ ആരാണ് അവസരമൊരുക്കിയെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആര് അപ്പോയിന്റ്മെന്റ് കൊടുത്താലും എന്താണ് പ്രശ്നമെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്നുവെങ്കിലും സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് താനല്ലെന്ന് അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞിരുന്നു. ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്ന് അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയാണ്. അവരെയൊക്കെ എത്ര പേര് കാണുന്നു? നൂറുകണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും? അല്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അന്ന് അയാൾ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളല്ലല്ലോ. അയാൾക്ക് പല ബന്ധങ്ങളും കാണും, പല ആളുകൾ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ ഇടും. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു തെറ്റല്ല. വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി കെ ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഇപ്പോൾ വി ഡി സതീശൻ ഈ വിഷയത്തെ ലളിതവൽക്കരിക്കാനാണ് ശ്രമം നടത്തിയത്. ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താണ് പ്രശ്നം? സോണിയാഗാന്ധിയെ നൂറുകണക്കിന് പേർ കാണുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ചോദ്യം. നൂറുകണക്കിനല്ല, കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കൾ പോലും കാണാൻ കഴിയാത്ത ആളായിരുന്നു സോണിയാഗാന്ധി. അപ്പോൾ പ്രതി ആയിരുന്നില്ലല്ലോ എന്ന ചോദ്യമാണ്. വലിയ തരത്തിലുള്ള ആസൂത്രണത്തിന് ശേഷമാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ളവർ ഈ സ്വർണ്ണമോഷണം നടത്തിയത്. അത് പിന്നീടാണ് LDF സർക്കാർ ഭരിക്കുമ്പോഴാണ് പിടിക്കപ്പെടുന്നത്. അവിടെയാണ് വി ഡി സതീശന്റെ ഈ ചോദ്യം, ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താണ് പ്രശ്നമെന്ന്. കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ അല്ല, അവരുടെ സമുന്നതനായ നേതാവായ സോണിയാഗാന്ധിയുടെ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം ഈ രണ്ട് MPമാരും ഇപ്പോഴത്തെ UDF കൺവീനറായ അടൂർ പ്രകാശ് MPയും ആന്റോ MP ഇവർ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത് വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് SITയുടെ ചോദ്യമുന്നയിലേക്ക് എത്തുകയുമാണ്. ഈ ഘട്ടം മുതൽ വി ഡി സതീശന്റെ നിലപാട് മാറ്റം, SITയോടുള്ള വി ഡി സതീശന്റെ നിലപാട് മാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. MV ഗോവിന്ദ മാസ്റ്റർ അടക്കം ചൂണ്ടിക്കാട്ടിയതുമാണ്. കഴിഞ്ഞ ദിവസം വരെ SITയിൽ വിശ്വാസം ഉണ്ടായിരുന്ന വി ഡി സതീശൻ ഇപ്പോൾ നിലപാട് മാറ്റി പറയുന്നു, SITയെ തള്ളിപ്പറയുകയാണ്. ഇന്നിപ്പോൾ ഇതേക്കുറിച്ച് തന്നെയാണ് വി ഡി സതീശനോട് ആവർത്തിച്ച് ചോദിച്ചത്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമുണ്ടായത്, എങ്ങനെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദിച്ചത്. അതിനെ സതീശൻ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് ഫോട്ടോ എടുത്തതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം അന്ന് അയാൾ പ്രതിയല്ല, ആ ഘട്ടത്തിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അയാൾ പ്രതിയല്ല എന്നൊരു മറ്റൊരു ന്യായീകരണം പറഞ്ഞു. ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിക്ക് കാണാനായി ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്നതും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വി ഡി സതീശനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ഇന്ന് മറുപടി പറഞ്ഞത്. മാത്രമല്ല, ഇതേക്കുറിച്ച് അടൂർ പ്രകാശിനോടൊന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. പലരുമായും ബന്ധം ഉണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ അത് ചോദിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് പറഞ്ഞ് വി ഡി സതീശൻ അത് നിസ്സാരവൽക്കരിക്കുകയും ആ ചോദ്യങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയുമായി.